പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിൻ്റെ നോർത്ത് സൈഡ് ആയിട്ടുള്ള നിൻ ബിൻ എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്. ഹാനോയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ വരേക്ക്. നിൻ ബിൻ പ്രവിശ്യയിലെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ട്രാങ് ആനിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ട്രാങ് ആനിനെ വിയറ്റ്നാമിൻ്റെ മറഞ്ഞിരിക്കുന്ന രത്നമായി അറിയപ്പെടുന്നു. അതിമനോഹരമായ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള മലനിരകൾക്കും ശാന്തമായ ജലപാതയും ചെറുതും വലുതുമായ നിരവധി ഗുഹകളും ജലപാതയ്ക്ക് വശങ്ങളിലായുള്ള നെൽപ്പാടവും പിന്നെ കുറേ വിയറ്റ്നാമീസ് ക്ഷേത്രങ്ങളും അടങ്ങിയ ഒരു പ്രകൃതി വിസ്മയമാണ് ഇവിടെ കാണാനുള്ളത്. ഹുവാലു നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ വരേക്കും. ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റികളിലൊന്നാണ് ബോട്ടിംഗ്. 2 മുതൽ 3 മണിക്കൂർ വരെ നീളുന്ന ബോട്ട് യാത്രയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഒരാൾക്ക് ഏകദേശം 2,50,000 വിയറ്റ്നാമീസ് ഡോങ് നൽകണം. 800 രൂപയ്ക്ക് അടുത്താകും അത്. ഒരു ബോട്ടിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. 3 റൂട്ടുകളാണ് ഇതിലുള്ളത്. റൂട്ട് 1 പോകുന്നതെങ്കിൽ അതിൽ 9 കേവുകളും 3 ക്ഷേത്രങ്ങളും കവർ ചെയ്യും. റൂട്ട് 2 കൂടിയാണ് പോകുന്നതെങ്കിൽ 4 കേവുകളും 3 ക്ഷേത്രവും കവർ ചെയ്യും. റൂട്ട് 1 കൂടിയാണെന്നുണ്ടെങ്കിൽ 3 കേവും 3 ക്ഷേത്രവുമാണ് കാണാൻ പറ്റുക. റൂട്ട് 1 അവർ ആദ്യം കാണിച്ചു തന്ന കേവാണ് ലാംപ് കേവ്. ഇതിന് ഏകദേശം 60 മീറ്റർ ദൂരമുണ്ട്. ഈ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും ഐസ് ഒലിച്ചു തൂങ്ങിക്കിടക്കുന്ന പോലുള്ള ചുണ്ണാമ്പുകല്ലുകൾ രൂപപ്പെട്ട് കിടക്കുന്നതാണ് ഇതിനകത്തെ ആകർഷണം. ഗുഹയിൽ നിന്നും പുറത്തേക്ക് കിടക്കുമ്പോൾ പച്ച പിടിച്ച് കിടക്കുന്ന വലുതും ചെറുതുമായ മലനിരകൾ ഇതൊക്കെയാണ് കാണാനുള്ളത് ഇവിടെ. നദിയിൽ കൂടെ നിരനിരയായി പോകുന്ന ചെറുവള്ളങ്ങളും. ഹോളിവുഡ് സിനിമകളുടെ പ്രിയപ്പെട്ട ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടെ. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ് 2017 റിലീസായ കോങ് സ്കൾ ഐലൻഡ്. അടുത്തതായി വീണ്ടും ഒരു കേവാണ്. ഇതിന് 150 മീറ്റർ നീളമുണ്ട്. ഈ കേവിൻ്റെ പേരാണ് ഡൈ കേവ്. കേവ് കഴിഞ്ഞാലുടൻ കാണാൻ കഴിയുന്നത് ഒരു ക്ഷേത്രമാണ്. ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റൂട്ട് 1 കൂടെയാണ്. 2 മണിക്കൂർ എടുക്കും ഇത് ഫുൾ കറങ്ങി വരുവാൻ വേണ്ടി. 3 ക്ഷേത്രങ്ങൾ ഇതിൽ വരുമെങ്കിലും ബോട്ട് തുഴയുന്നവർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൂടെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ട് പറയും അടുത്തതിൽ കയറാം, അതാണ് കുറച്ചുകൂടി കാണാൻ നല്ലതെന്ന്. അവർക്ക് പെട്ടെന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത എടുക്കാം, അതിനു വേണ്ടിയാണത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല. റൂട്ട് നമ്പർ 2 കൂടി വരുന്ന ബോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തും. അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങിയപ്പോൾ വീണ്ടും ഒരു കേവ്. അതിൻ്റെ നീളം 250 മീറ്റർ ഉണ്ട്. വാങ് കേവ് എന്നാണ് പേര്. ഇതിന് കുറച്ച് ഉൾവൽപ്പം കൂടെയുണ്ട്. നേരത്തെ കണ്ടതിൽ വെച്ച് കാണാനും കൂടുതൽ ഭംഗിയും കൂടിയുണ്ട്. ഇവിടെ കാണുന്ന ചുണ്ണാമ്പ് കല്ലുകൾക്ക് വശങ്ങളിലായി കളർ ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിഗൂഢമായ ഒരു അവസ്ഥ ഇവിടെ കാണാൻ കഴിയും. ഈ ഗുഹയ്ക്കകത്ത് പല അറകളാണ് കാണാൻ കഴിയുക. ഇതെല്ലാം തന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടുള്ള ധാതുക്കളുടെ നിക്ഷേപങ്ങൾ മൂലമാണ് ഉണ്ടായത്. ഈ ഗുഹ കഴിഞ്ഞ് അടുത്ത് വരുന്നത് നദിയുടെ മധ്യഭാഗത്തായി വിയറ്റ്നാമീസ് വാസ്തുവിദ്യയിലുള്ള ഒരു ചെറിയ മണ്ഡപമാണ്. നദിയുടെ മധ്യഭാഗത്തായുള്ള പെണ്ടവറും ചുറ്റിനുമുള്ള പച്ചപ്പോടു കൂടിയ മലനിരകളും കാണാൻ അതിസുന്ദരം തന്നെയാണ്.
നേരത്തെ കണ്ടതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ കേവാണ് അടുത്തത്. 320 മീറ്റർ നീളം ഉണ്ട് ഇതിന്. കാട്ടുതേനീച്ചക്കൂട് മരത്തിൽ നിൽക്കുന്നത് പോലെ വളരെ വലിപ്പത്തിലുള്ള ചുണ്ണാമ്പ് കല്ലുകൾ ഒലിച്ചിറങ്ങി രൂപപ്പെട്ട് കിടക്കുന്നത് കാണാം. നല്ല മഴയുള്ള സമയങ്ങളിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് സാധ്യമാവുകയില്ല. ഈ കേവ് പാസ് ചെയ്യാൻ ഏകദേശം 20 മിനിറ്റ് വേണ്ടി വന്നു. കേവ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അടുത്തത് വിശാലമായ മലനിരകൾക്ക് സമീപത്തായി ഒരു ക്ഷേത്രം. ഇവിടെ നമുക്ക് സ്റ്റോപ്പുണ്ട്. വിയറ്റ്നാമീസ് വാസ്തുവിദ്യയിൽ പണിത ഒരു ക്ഷേത്രമാണിത്. 10ഉം 11ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ദിങ് ലേ രാജവംശത്തിൽപ്പെട്ടവരാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം പണി കഴിപ്പിച്ചത്. ക്ഷേത്രത്തിനകത്തായി പണ്ടത്തെ രാജാക്കന്മാരെ ആദരിച്ചുകൊണ്ടുള്ള പ്രതിമകളുണ്ട്. ബിൽഡിംഗ് പൂർണ്ണമായും തടി കൊണ്ടാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പണ്ടത്തെ തറവാട് പോലുള്ള ചെറുതും വലുതുമായ കെട്ടിടങ്ങൾ മലയുടെ അടിവാരത്തായി പണി കഴിപ്പിച്ചിരിക്കുന്നു. വിയറ്റ്നാമിൽ ഉള്ളവർ ആമയെ ആരാധിക്കുന്നവരാണ്. അവർ വിശുദ്ധ ജീവിയായി ഇതിനെ കാണുന്നു കൂടിയുണ്ട്. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞു നൽകിയിരിക്കുന്നു എന്ന് വേണം പറയുവാൻ ഇവിടെ കാണുമ്പോൾ. വിയറ്റ്നാമിലെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം. 3 ദിവസത്തെ സ്റ്റേ കണക്കാക്കി എടുക്കണം ഇവിടെ വരികയാണെങ്കിൽ. അത്രയ്ക്ക് ഫോട്ടോജനിക് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് കേവ് വരുന്നത്.
ഇവിടെ നിന്നാൽ കേവിൽ നിന്നും വള്ളങ്ങൾ പുറത്തേക്ക് വരുന്നത് കാണാൻ കഴിയും. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പോകുന്ന വഴിയിൽ നദിക്കരയിലായി നിരവധി കുടിലുകൾ കാണാം. ഇതൊരു ഐലൻഡാണ്. ഈ ഐലൻഡിന്റെ പേരാണ് കെ കോക്ക് ഐലൻഡ്. ഈ കുടിലുകളെല്ലാം തന്നെ പണിതിരിക്കുന്നത് മുളയിലും വൈക്കോലും ചേർത്താണ്. നദിക്ക് വശങ്ങളിലായും മലനിരകൾക്ക് മുകളിലായും ധാരാളം കുടിലുകൾ ഉണ്ട്. ട്രാങ്ങാൻ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടത്തെ കൂടി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ട്രാങ്ങാൻ ഫുൾ കറങ്ങി വന്നതിന് ശേഷം ഇവിടെ കയറാം. ഒരാൾക്ക് 3 ലക്ഷം വിയറ്റ്നാമീസ് ഡോങ് ആണ് നൽകേണ്ടത് ഇവിടുത്തെ എൻട്രിക്ക് വേണ്ടി. പരമ്പരാഗത ട്രാങ്ങാൻ ജനതയുടെ താമസ സ്ഥലങ്ങളാണ് ഇവിടെ. ഇതിപ്പോൾ ഒരു ടൂറിസം സൈറ്റായി ഉൾപ്പെട്ടിട്ടുണ്ട്. ട്രാങ് ആനെ അറിയപ്പെടുന്നത് ഹാലോങ് ബേ ഓൺ ലാൻഡ് എന്നാണ്. എനിക്ക് ഹാലോങ് ബേയേക്കാൾ കൂടുതൽ ഇഷ്ടമായത് ഇവിടെയാണ്. 2014 യുനെസ്കോ മിക്സ്ഡ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആയി ഇവിടെ അംഗീകരിച്ചത്. ഹാലോങ് ബേ ഉൾക്കടലിൽ പരന്നു കിടക്കുകയാണെങ്കിൽ ഇവിടെ നദിയിലാണ്. മലനിരകളും ഗുഹകളും കെട്ടിട സമുച്ചയങ്ങളും കാടും കണ്ടൽക്കാടും കൊണ്ട് അനുഗ്രഹീതമായ ഒരു സുന്ദര പ്രദേശമാണ് ഇവിടെ. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം വരുന്നത് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ്. രാവിലെ 7 മണി മുതൽ 4 മണി വരെ ടിക്കറ്റ് കിട്ടും. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നില്ല. ഇവിടെ വന്ന് നേരിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നദിക്കരയ്ക്ക് വശത്തായി നിരവധി സ്വർണ്ണ മത്സ്യങ്ങളുണ്ട്. ഇതിന് ഫുഡ് കൊടുക്കുന്ന രീതി കൂടിയുണ്ട് ഇവിടെ. തിരികെ പോകുന്ന വഴിയിൽ നിരവധി ലാൻഡേൺസ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. വിയറ്റ്നാമിൽ ഹോയ് ആൻ ആണ് ലാൻഡേൺസിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അതുപോലെ ഇവിടെയും കുറച്ച് സ്ഥലത്തായി ലാൻഡേൺസ് ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.